2024-25 അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. മികവിന്റെ പാതയിലൂടെ നവതിയും പിന്നിട്ട AUPS മണ്ണേങ്കോട്. 4 മാസക്കാലം നീണ്ടുനിന്ന ഓടമല മഖാം നേർച്ചയ്ക്ക് ഭക്തിനിർഭരമായ അന്തരീക്ഷത്തിൽ പരിസമാപ്തിയായി. സമാപനത്തോടനുബന്ധിച്ച് മഖാം സിയാറത്ത്, മതപ്രഭാഷണം, നൂറെ അജ്മീർ, ആത്മീയ മജ്ലിസ്, സ്നേഹസംഗമം, മൗലീദ് പാരായണം, അന്നദാനം തുടങ്ങിയ പരിപാടികളും സംഘടിപ്പിച്ചു. മക്കാം നേർച്ച സമാപനത്തോടനുബന്ധിച്ച് 4 ദിവസങ്ങളിലായി മക്കാം സിയാറത്ത്, മതപ്രഭാഷണം, നൂറെ അജ്മീർ, ആത്മീയ മജ്ലിസ്, സ്നേഹസംഗമം, മൗലീദ് പാരായണം, അന്നദാനം തുടങ്ങിയ പരിപാടികൾ സംഘടിപ്പിച്ചു. സമാപന പരിപാടികൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് വ്യാഴാഴ്ച നടന്ന മതപ്രഭാഷണ സദസ്സ് പാണക്കാട് ഹമീദ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. ഷെരീഫ് റഹ്മാനി നാട്ടുകൽ മുഖ്യപ്രഭാഷണം നടത്തി. വെള്ളിയാഴ്ച നടന്ന നൂറെ അജ്മീർ ആത്മീയ മജ്ലിസ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ജനറൽ സെക്രട്ടറി പ്രൊഫസർ കെ ആലിക്കുട്ടി മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്തു. വലിയുദ്ദീൻ ഫൈസി വാഴക്കാട് പ്രാർത്ഥനാ സദസ്സിന് നേതൃത്വം നൽകി. മതസൗഹാർദ്ദം വിളിച്ചോതി വിവിധ മത നേതാക്കൾ പങ്കെടുത്ത സ്നേഹസംഗമം ആനമങ്ങാട് മുഹമ്മദ് കുട്ടി ഫൈസി ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ രാംദാസ്, മുരളി മാസ്റ്റർ ആനമങ്ങാട്, പീതാംബരൻ, മനോജ് വീട്ടുവേലിക്കുന്നിൽ എന്നിവർ മുഖ്യാതിഥികളായി. ഫരീദ് റഹ്മാനി കാളിക്കാവ് മുഖ്യപ്രഭാഷണം നടത്തി. ഒടമലയിലെ മുതിർന്ന പൗരന്മാരെ മഹല്ല് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്നേഹോപഹാരം നൽകി ആദരിച്ചു. ഞായറാഴ്ച രാവിലെ നടന്ന മക്കാം സിയാറത്തിനും മൗലീദ് പാരായണത്തിനും ഏലംകുളം ബാപ്പു മുസ്ലിയാർ നേതൃത്വം നൽകി. റസാഖ് ഫൈസി പരിയാപുരം അധ്യക്ഷനായി. തുടർന്ന് ജാതിമത ഭേദമന്യേ ആയിരങ്ങൾ പങ്കെടുത്ത അന്നദാനത്തോടെ ഈ വർഷത്തെ നേർച്ചയ്ക്ക് സമാപനമായി. മഹല്ല് മുദരിസ് ഷെരീഫ് ഫൈസി കാരക്കാട് അന്നദാന വിതരണോദ്ഘാടനം നിർവഹിച്ചു. യുവാക്കളുടെയും വിദ്യാർത്ഥികളുടെയും സഹകരണത്തോടെയാണ് അന്നദാന വിതരണം നടന്നത്. വരും വർഷങ്ങളിൽ വിപുലമായി തന്നെ പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു.